ഹലോ. അപ്പോൾ ഇന്നത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു അത്തപ്പൂക്കളം മാത്രമായിരിക്കും, പക്ഷേ ഇതിൽ ഞങ്ങളുടെ ജീവനുണ്ട് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞു വാവ വരാൻ പോവാണ്. ഓണത്തിൻ്റെ അന്നാണ് നമുക്ക് ഈ സന്തോഷ വാർത്ത അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ആമിമോളുടെ അമ്മയുടെയൊക്കെ റിയാക്ഷൻ കാണാം. ഹാപ്പിയായ ഹാപ്പിയായ അമ്മ എൻ്റെ കൈ മുട്ടിയട്ടെ, ഒരു സർപ്രൈസ്. കരിന്ന് സന്തോഷമുണ്ട്. എത്രയായി ഞാൻ ഇങ്ങനെ മേടിക്കണം ഒരു കുഞ്ഞു. അപ്പോൾ അമ്മയുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമിമോൾക്കൊരു 3-4 വയസ്സായപ്പോൾ മുതലേ നമ്മളോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി, സെക്കൻഡ് ബേബി വേണ്ടേ, നിങ്ങൾക്ക് സെക്കൻഡ് ബേബി വേണ്ടേ. അപ്പം ആ സമയത്തൊന്നും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അല്ലായിരുന്നു. ഇപ്പം വേണ്ട എന്നുള്ളൊരു ചിന്ത തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ മോൾക്കും ആ ഒരു എനിക്ക് മാത്രം ആരില്ല, പിന്നെ റിജുവിൻ്റെ ഏട്ടനാണെങ്കിൽ 2 കുട്ടികളുണ്ട്, പിന്നെ ഏട്ടൻ്റെ പെങ്ങന്മാർക്കൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പം മോളും നമ്മളോട് പറയാൻ തുടങ്ങി എനിക്ക് മാത്രം ആരില്ല എന്നൊക്കെ ഉള്ളത് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് മന്ത് മുതലേ എടുത്ത് വെച്ച കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ആണ്. അപ്പം ഡോക്ടറെ അടുത്ത് പോകുന്നതാണെങ്കിലും സ്കാനിങ് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മളോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മക്ക് അച്ഛനും പിന്നെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ റിജുവാൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. ഒറ്റയ്ക്ക് വളർന്നൊരു കുട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. നമുക്കൊന്നിനും വാശി പിടിക്കേണ്ടി വരില്ല, എല്ലാം പറഞ്ഞ പാടെ കിട്ടും, ഒറ്റ മോള് എന്നുള്ളൊരു കൺസിഡറേഷനൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴാണ് നമ്മൾ ഒറ്റക്കാണെന്നുള്ള കാര്യം മനസ്സിലാവുക. നമുക്കൊന്നും ഷെയർ ചെയ്യാൻ ആളില്ല, നമുക്ക് ഒന്ന് പൊട്ടിക്കരയണമെങ്കിൽ നമ്മുടെ സന്തോഷം പങ്കുവെക്കണമെങ്കിൽ ഒന്നിനും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ മോളെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് ഒരാണുവാവ പെണ്ണുവാവ എന്നുള്ളതിലല്ല, നമുക്കൊരു കുഞ്ഞ് എന്നുള്ളതിലായിരുന്നു. ഹലോ ഗൈസ്, അപ്പം ഇന്ന് 29 ഒക്ടോബറാണ് കേട്ടോ. ഒക്ടോബർ 29-ാം തീയതിയാണ്. ഞാൻ എടുത്തു വെച്ച കുഞ്ഞു 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 ക്ലിപ്പിങ്സൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നാണ് നമുക്ക് ഈ വീഡിയോ റിവീൽ ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മന്ത് വരെ ആരോടും പറയരുത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈവിളായി ദൃഷ്ടിദോഷം അതൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തും സംഭവിക്കാം അല്ലേ. നമുക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കണം എന്നില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള രീതിയിലാണ് 3 മാസം കഴിയട്ടെ എന്ന് പറയുന്നത്. അപ്പം ഇന്നാണ് എൻ്റെ 3rd മന്ത് സ്കാനിങ്, NT സ്കാനിങ്. അപ്പോൾ അതിനെനിക്കിന്ന് പോകണം. ഉച്ചയ്ക്ക് ശേഷമാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ച്, അതായത് ഞാൻ മുന്നേ ചെയ്ത് എല്ലാം ആദ്യം ഫസ്റ്റ് മന്ത് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊരു വീഡിയോ ആക്കുമ്പം കുറച്ചെന്തെങ്കിലും ഇൻട്രാക്ഷൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞ് ഓക്കെ ആണോ, നമുക്ക് എന്താണ് നിങ്ങളുടെ അടുത്തൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞ് ഇരിക്കട്ടെ, വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ. അപ്പം എനിക്ക് ഫസ്റ്റ് മന്ത് നമ്മൾ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമിമോളുടെ ടൈം എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു 3 മാസം ആമിയുടെ സമയത്ത് എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലുള്ള വൊമിറ്റിങ് കുറച്ച് അധികമായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഈ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് കമ്പാരബിളി കുറവായിരുന്നു. പക്ഷേ എനിക്ക് വോമിറ്റിംഗ് തീരെ ഉണ്ടായിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല, വോമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഒരു ഈവനിങ് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടക്കും, അപ്പോൾ കിടന്ന് എണീറ്റിട്ടാകുമ്പോഴാണ് കൂടുതലും എനിക്ക് വോമിറ്റിംഗ് ഉണ്ടാവാറ്. പിന്നെ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഏകദേശം ഡൈജസ്റ്റ് ആയിട്ട് അങ്ങനെ ഫുഡായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിട്ടില്ല. മോളുടെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഴിക്കുന്നോ അത് കംപ്ലീറ്റ് ആയിട്ട് പോകായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് പകരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ വന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ ഫേസും എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് മെലിഞ്ഞു കേട്ടോ. പിന്നെ മെലിയാൻ വേറൊരു കാരണം കൂടിയുണ്ട്, എനിക്ക് നല്ല തൈറോയിഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ താണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അത് ഞാൻ തടിച്ചത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കുമ്പം തന്നെ ഇവിടെ ഒരു ഡബിൾ ചിൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അപ്പം അങ്ങനെ ഇരട്ടത്താടി എന്ന് പറയുമല്ലോ, അപ്പോൾ അങ്ങനെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊരുപാട് മാറി. ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എനിക്കിങ്ങനെ താണിട്ട് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അത് പിന്നെ തടി വെച്ചത് കൊണ്ടാണെന്നാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് തടി വെച്ചത് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. യൂറിൻ ഇൻഫെക്ഷൻ്റെ പിന്നെ ടെസ്റ്റിന് മാം എഴുതി തന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡിൽ HB ലെവൽ കുറവാണ്, അതെന്തായാലും കൂടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം മോളുടെ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആമീൻ്റെ സമയത്ത് എനിക്ക് 8 ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവസാനം ആകുമ്പോഴത്തേക്കും അത് 10.5 ആക്കി എടുത്തിട്ടുണ്ടായി. 12 വേണ്ടത്, 11, 12 വേണ്ടത്. അപ്പോൾ ഇപ്പം എനിക്ക് 10.5 ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കുറച്ച് നല്ല ബ്ലഡ് വരുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പറ്റും, അത് ആ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിനി സ്കാനിങ്ങും കൂടെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയാണ്. അതേ സമയത്ത് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട്. പക്ഷേങ്കിൽ ടെൻഷൻ അടിക്കണമെന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ആമിമോളെ കുറിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. ഒരു കാര്യം ആലോചിക്കുമ്പം എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് മെയ് ആണ്. ഇനി മെയ് 1st 2nd വീക്കാണ് വരുന്നത്. അപ്പം മെയ് അല്ല, ഇനി ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആണെങ്കിലും നമുക്ക് സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് അത് ഒരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആമി ഇതുവരെ എന്നെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. പക്ഷേ അതിപ്പോഴേ ആലോചിച്ച് വെറുതെ ടെൻഷൻ കൂട്ടുണ്ടാകുമെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് അറിഞ്ഞ് വന്നിട്ട് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. സ്കാൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അപ്പാടെ മറന്നുപോയി കേട്ടോ ഇങ്ങനൊരു വീഡിയോൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ സ്കാനിങ്ങിലൊക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കാണിച്ചപ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നമുക്ക് വാക്സിൻ TT എടുക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ എൻ്റെ 4th month സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് ഇനി വൈകിക്കാതെ തന്നെ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവരും എനിക്കും കുഞ്ഞിനുമൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ എല്ലാം നടക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, ലവ് യു ഓൾ. പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.